ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മോനെ അരവിന്ദേ, സുഖമാണോടാ? എന്ത് സുഖമേ. ഇവിടെ നടന്ന എന്താണെന്ന് അറിയോ അമ്മയ്ക്ക്? എന്താ എന്തുപറ്റി? അമ്മേ, എനിക്ക് ഇവിടുത്തെ ജീവിതം മടുത്തു. എനിക്കിനി വയ്യ. എന്താ പ്രശ്നം എന്നൊന്ന് പറയേ. നീ ഇപ്പോഴും ഹോട്ടലിലല്ലേ? അമ്മേ, ഞാൻ ഹോട്ടലിൽ തന്നെയാണ്. ഇവിടുത്തെ ഓരോ നിമിഷവും ജയിലിൽ കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഓ, ഇതിലും ഭേദം അവിടെ അച്ഛന്റെ വായിരിക്കുന്ന കേട്ട് ജീവിക്കുന്നതായിരുന്നു. കാര്യം എന്താന്ന് വെച്ചാ ഒന്ന് പറയേ. ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ പോലീസ് ഈ ഹോട്ടലിൽ റെയ്ഡ് ചെയ്തു. ഞാനാകെ പേടിച്ചു പോയമ്മേ. ജീവിതം തീർന്നു എന്ന് വിചാരിച്ചതാ. എന്റെ അമ്മയും എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ലമ്മേ. ഞാനങ്ങ് വീട്ടിലേക്ക് വരാൻ പോവാ. അയ്യോ എന്റെ പൊന്നുമോനെ, വേണ്ട, നീ വീട്ടിലോട്ടൊന്നും വരല്ലേ. സമയാവുമ്പോ അമ്മ പറയാം. ഇതന്നെയല്ലേ അമ്മ ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്? സമയമൊന്നും ആവാൻ പോകുന്നില്ല. ആകാശിനെ കയ്യിലെടുക്കാൻ പറ്റുന്ന അവസരമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. എടുത്തു ചാടി നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കല്ലേ. എന്റെ പൊന്നുമോൻ അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കെ. ഞാൻ പറയാം, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേടാ ഞാൻ ഈ പറയുന്നേ. എന്റെ പൊന്നുമോൻ അമ്മയൊന്ന് വിശ്വസിക്കേ. അമ്മയെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ല. ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്, ഹോട്ടലിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് വാടകയ്ക്കൊരു വീടെടുക്ക. എന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു ജോലി നോക്ക്. അമ്മ എന്താ പറഞ്ഞേ? ജോലിക്ക് പോവാനോ? അതെ. എടാ, ഹോട്ടലിലെ റൂം അടച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങിയാലേ ഹോട്ടലുകാർക്ക് സംശയം തോന്നും. എടാ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ടെങ്കിലും നീ ഒരു ജോലിക്ക് പോ. എടാ, ഇത് കുറച്ച് നാളത്തേക്ക് മതിയെന്ന്. ശരി. എന്റെ ദൈവമേ, ജോലിക്ക് പോവാൻ പോലും. അതിനിപ്പോ ഞാൻ എന്ത് ജോലിക്ക് പോവാനാ? ജോലിക്ക് പോകാനായിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു. ബാലമാമൻ ഒരു വെള്ളപ്പം കൂടി തരട്ടെ? വേണ്ട മോളെ, നീ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്ന കഴിക്കാൻ വരുന്ന സ്ഥലം വേണ്ടേ? അതെ, ഇപ്പൊ കുറച്ചായിട്ട് ബാലമാമ ഭക്ഷണം കഴിക്കുന്ന കുറവാണേ. മനസ്സ് വേദനിച്ചുകൊണ്ടിരുന്ന എങ്ങനെ മോളെ കഴിക്കാൻ തോന്നാ? അതെന്താ ബാലമാമേ? എല്ലാത്തിനും കാരണം അവള് തന്നെയാണെന്ന് അവക്ക് തന്നെ അറിയാം. എന്നാലും ഒന്നും അറിയാത്ത പോലൊരു ചോദ്യം. പണ്ടായിരുന്നെങ്കിൽ ഇവക്കൊരു ഉർവശി അവാർഡ് കൊടുക്കായിരുന്നു. അമ്മ ഇന്ന് നിർത്തുന്നുണ്ടോ? മോളെ, ഉച്ചയ്ക്ക് ആകാശം കഴിക്കാൻ വരാന്ന് പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല ബാലമാമേ, ഞാൻ കൊണ്ടേ കൊടുത്തോളാം. അവനെന്താ ജോലി തിരക്ക് തീർന്നില്ലേ? ഇല്ല ബാലമാമേ, എന്തോ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ടെന്നാ പറഞ്ഞത്. വരാൻ കുറച്ച് ലേറ്റ് ആവുന്നു. അയ്യോ കഴിക്കാൻ വരട്ടെ. ഞാൻ കഴിക്കാൻ രമേശ് ചേട്ടാ, കഴിക്കാൻ എടുത്തു വെച്ചേക്കുവാ. അയ്യോ, ഞാൻ കഴിക്കാൻ വേണ്ടി ഓടി വന്നല്ല അനുമോളെ. പിന്നെ നീ എന്തിനാ മൂട്ടി തീ പിടിച്ച പോലെ ഓടി വന്നത്? അമ്മാവ വില്ലേജ് ഓഫീസിലെ PWD ഒരു പട തന്നെ നമ്മളെ കിഴക്കേ പാടത്ത് വന്ന് നിൽക്കുക. കിഴക്കേ പാടത്തോ? എന്തിന്? ആ വേലിയെല്ലാം പൊളിച്ചു മാറ്റേ. ഞാൻ ചോദിച്ചു, എന്നോടൊന്നും പറഞ്ഞില്ല. അമ്മാവൻ വന്ന് ചോദിക്ക്. ഇനി അടുത്ത തലവേദന എന്താണോ ആവോ? അത്ഭുതപ്പെടാനൊന്നുമില്ലല്ലോ. തലവേദനയ്ക്ക് ഒരു കുറവും വരാതിരിക്കാൻ വേണ്ടി ഒരുത്തി ഇവിടെ വന്ന് കേറിയിട്ടുണ്ടല്ലോ. എന്ത് കാര്യമുണ്ടെങ്കിലും ചാരുചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? ഒന്നും മിണ്ടാരിടിയോടാ.
എന്തായി കാണിക്കുന്നത്? സ്റ്റുഡന്റ് സാറേ, എന്റെ പറമ്പിളക്കാൻ വില്ലേജ് ഓഫീസിൽ ഞാൻ അപേക്ഷ തന്നിട്ടില്ലല്ലോ, പിന്നെന്താ ഇത്? പക്ഷേ ഇത് വില്ലേജിൽ നിന്നല്ല, പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പൂളിംകുന്ന് ജങ്കാർ സർവീസ് ഈ കടവ് വരെ എക്സ്റ്റൻഡ് ചെയ്യാൻ തീരുമാനമെടുത്തിരുന്നു. കടവിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള വഴി വീതി കൂട്ടുന്നതിനായി അളന്ന് കുറ്റിയടിച്ചിരുന്നു എന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ അറിയണമല്ലോ. പക്ഷേ ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ നിന്നും നോട്ടീസ് വന്നതാ. അതിൽ പറയുന്ന വകുപ്പ് അളന്ന് തിട്ടപ്പെടുത്തിയ സ്ഥലം മാഷ് കയ്യേറി വേലി കെട്ടിയെന്നാ. ഹേ, എന്തായി പറയുന്നത്? നിങ്ങൾ ഈ പറയുന്നൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഈ സ്ഥലം മൊത്തം ആയിരപ്പുറ തറവാടിന്റെയാ, അതും പാരമ്പര്യമായിട്ട് കൈമാറി വന്നത്. ആകാശേട്ടൻ ഇവിടെ ഇതൊക്കെ നടക്കുന്നത് ആകാശേട്ടൻ അറിയോ? അതൊന്നും എനിക്കറിയില്ല. ഇതിപ്പോ ചീഫ് എഞ്ചിനീയർ മാഡത്തിന്റെ തീരുമാനമാണ്. അതെ, എന്നെ നിങ്ങൾക്കാർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ രമേശ് പായ്പാടൻ, ഈ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആകാൻ പോകുന്ന ആളാ. ഞാൻ അറിയാതെ ഈ പഞ്ചായത്തിൽ ഒരു പദ്ധതി നടക്കത്തില്ല. രമേശേ, സൂണ സാറേ, ഇതിലെന്തോ ചതിയുണ്ട്. തൽക്കാലം ഈ അളവൊക്കെ നിർത്തി പോവാൻ നോക്ക്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്തായി അവിടെ? അവര് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മാഡം. ശരി, താമച്ചു. ശരി മാഡം. എന്റെ അമ്മാവന്റെ പറമ്പിൽ കയറി തോന്നിവാസം കാണിക്കുന്നു. ഈ കതറിന്റെ ബലവേ നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ കുറ്റിയും ചങ്ങലയൊക്കെ ആയിട്ട് നീയൊക്കെ വീട്ടിൽ ഇരിക്കേണ്ടി വരും. അവന്റെ ഒരു കുറ്റി. എന്തായി, തീർന്നോ? ഇല്ല മാഡം, ചെറിയ പ്രശ്നമുണ്ട്. ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയല്ലേ? മാഡം, എന്താ ഇത്? എന്തിന്റെ ഭാഗമായിട്ട് എന്റെ പറമ്പിളക്കുന്നത്? സ്റ്റുഡന്റ് സാറേ, ഈ സാറിന് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലേ? പറഞ്ഞു മാഡം. പിന്നെന്താ പ്രശ്നം? മാഷേ, നിങ്ങളൊരു മാഷ് മാത്രമായിരുന്നില്ലല്ലോ, ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടി ആയിരുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കണം. മാഡം, ഇദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ മാത്രം അറിവോ അനുഭവങ്ങളോ ഒന്നും നിങ്ങൾക്കില്ല. എന്താ മാഡത്തിന്റെ പ്രശ്നം? നീ തന്നെ പ്രശ്നം.